പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? തളർന്നിരിക്കുകയാണ്, അങ്ങനെയല്ലേ? അതിനാൽ ദൈവം ഇന്ന് നിങ്ങളോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതേ ബ്രദർ, വല്ലാതെ തളർന്നിരിക്കുന്നു. എത്രയോ പ്രാർത്ഥിക്കുന്നു, ഒന്നിനും ഫലമുണ്ടാവുന്നതായി തോന്നുന്നില്ല. തളർച്ച. എത്രയോ പേർ ആഗ്രഹിക്കുന്നു, പക്ഷെ അനുഗ്രഹം കാണാൻ സാധിക്കുന്നില്ല. തളർച്ച. എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, ആത്മാക്കളെ കിട്ടുന്നില്ല, നന്മയൊന്നും കാണാനാവുന്നില്ല. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു, പക്ഷെ എല്ലാം നഷ്ടത്തിലാണ് അവസാനിക്കുന്നത്. തളർച്ച. എവിടെ നോക്കിയാലും എനിക്ക് ആപത്തുകളേയുള്ളൂ. മനുഷ്യന്മാർ വിരോധികളാകുന്നു, മന്ത്രവാദങ്ങൾ ചെയ്യുന്നു. ഇതുപോലുള്ള കഷ്ടങ്ങൾക്ക് നടുവിലാണുള്ളത്. എന്തൊരു ജീവിതമാണിത് എന്ന് മനസ്സ് തളർന്നിരിക്കുകയാണ് എന്ന് വിചാരിക്കുകയാണോ? ദൈവം ഒരു വാക്യം പറയുന്നു. സദൃശവാക്യം 24 അധ്യായം 10 കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ നിന്റെ ബലം നഷ്ടം തന്നെ. അപ്പോൾ കഷ്ടകാലത്ത് നീ കുഴഞ്ഞു പോയാൽ ബലം നഷ്ടമാകുന്നു. അപ്പോൾ എന്തു ചെയ്യണം? കഷ്ടകാലത്ത് തളരാൻ പാടില്ല, ധൈര്യത്തോടെ ഇരിക്കണം. തളരുന്നവർക്ക് ബലം നൽകുന്നവനാണ് ദൈവം. ദൈവം ബലം തരും. ആപത്ത് കാലം. കൊറോണയുടെ സമയത്ത് ലോകം മുഴുവനും ആപത്തുണ്ടായിരുന്നില്ലേ? അനേകം ജനങ്ങൾ മരിക്കാനുള്ള കാരണം എന്തായിരുന്നെന്നറിയാമോ? അത് കൊറോണ എന്ന വൈറസ് അല്ല. അതുകൊണ്ട് മരിച്ചവര് കുറച്ചേയുള്ളൂ. ഭയം കൊണ്ട് മരിച്ചവരാണ് കൂടുതലും എന്ന് കണക്കെടുത്ത് പറയുന്നു. ഭയം. അയ്യോ, ചിലരെ ആ രോഗത്തിന്റെ കൃമികൾ ആക്രമിച്ചിരുന്നില്ല, പക്ഷെ മരിച്ചുപോയി. ഭയം കാരണം ആത്മഹത്യ ചെയ്തു. അപകടകരമായ ഒരവസ്ഥ കണ്ട് ഭയപ്പെട്ടു പോയി. ചിലർക്ക് ആ ആപത്തിനെ നേരിടാൻ സാധിക്കുന്നില്ല. എക്സാം വരുമ്പോഴേ ചിലർക്ക് അസുഖമുണ്ടാവുന്നത് കണ്ടിട്ടില്ലേ? അതിനെ നേരിടാനുള്ള ധൈര്യമില്ല. ഒരു പ്രശ്നമുണ്ടായാൽ തീർന്നു എന്ന് ചിലർ തളർന്നു പോകാറുണ്ട്. ആപത്ത് കാലത്ത് തളരാൻ പാടില്ല. പിന്നെന്ത് ചെയ്യണം? ദാവീദിനൊരാപത്ത് കാലമുണ്ടായിരുന്നു. അയാളുടെ ഭാര്യയെയും മക്കളെയും സ്വത്തുക്കളുമെല്ലാം ശത്രുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്നവരും ദാവീദിനെ കുറ്റം പറഞ്ഞ് അയാളെ കല്ലെറിഞ്ഞ് അയാളെ കൊല്ലണം എന്ന ലക്ഷ്യത്തോടെ എതിർത്തു നിന്നു. ദാവീദ് വളരെയധികം കരഞ്ഞു. ബലമില്ലാത്ത സ്ഥിതിയിൽ അയാൾ കരഞ്ഞു. പിന്നീട് എന്ത് ചെയ്തെന്നറിയാമോ? യഹോവയിൽ തന്നെ ദൃഢപ്പെടുത്തി. എന്തു വേണമെങ്കിലും നടന്നോട്ടെ, എന്റെ കൂടെ യഹോവയുണ്ട്, ഞാൻ തളരുകയില്ല, ഞാൻ വെറുതെ പോയി കിടക്കില്ല. അയാൾ ദൈവത്തിങ്കൽ ചെന്നു. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പേടിക്കേണ്ട, ദാവീദേ, പോ, നിനക്ക് സകലവും തിരിച്ചു കിട്ടും. ആ ആപത്ത് വരുന്ന സമയത്ത് തളർന്നു കിടക്കാതെ തന്നെ ദൃഢപ്പെടുത്തിക്കൊണ്ട് എഴുന്നേറ്റു. യേശു കൂടെയുണ്ട്, തളർന്നു പോകരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ആപത്തിന്റെ കാലമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ തൊഴിലിന്, നിങ്ങളുടെ ജോലിക്ക് വളരെ അപകടമുള്ള സ്ഥിതി തന്നെയാണ്. ഈ സമയത്ത് ധൈര്യത്തോടെ ഇരിക്കണം. യേശു കൂടെയുണ്ട്, ഞാൻ ധൈര്യമായിരിക്കുന്നു. ആപത്തുകൾ വന്നോട്ടെ, അവയെല്ലാം വന്ന് കടന്നുപോകും. ആപത്തുകൾ വന്ന് കടന്നുപോകും. നിങ്ങൾ സുരക്ഷിതമായിരിക്കും, അനുഗ്രഹമുള്ളവരായിരിക്കും. വിശ്വസിക്കൂ. വേദപുസ്തകത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ തന്നിട്ടുണ്ട്. യോസേഫിന്റെ ജീവിതത്തിൽ ആപത്തുകൾ കടന്നുപോയി, രാജ്യത്തിൽ ഉയർത്തപ്പെട്ടു. ദാനിയേലിന്റെ കാലത്ത് സിംഹഗുഹയെന്ന ആപത്ത് വന്നു, അത് കടന്നുപോയി, അയാൾ ഉയർത്തപ്പെട്ടു. ദാവീദിന്റെ ജീവിതത്തിൽ ശൗൽ രാജാവ് അയാളെ വേട്ടയാടി, ആപത്ത് വന്നു, അത് കടന്നുപോയി, ദാവീദ് ഉയർത്തപ്പെട്ടു. ഇതുപോലെ അനേകം സംഭവങ്ങൾ വേദപുസ്തകത്തിൽ കാണാം. അപ്പോൾ ആപത്തുള്ള സ്ഥിതിയിൽ നീ തളരാൻ പാടില്ല മകളെ, മകനെ, തളരാൻ പാടില്ല. ധൈര്യമായിരിക്കൂ, യേശു കൂടെയുണ്ട്. പറയൂ, ദൈവമേ, ഞാൻ തളർന്നു പോവുകയില്ല, അങ്ങ് എന്റെ കൂടെയുണ്ട്, എന്നെ ബലപ്പെടുത്തും, എനിക്ക് സാധിക്കും, ഞാൻ ജയിക്കും, ഈ ആപത്ത് കടന്നു പോകുമെന്ന് ധൈര്യത്തോടെ പറയൂ. ആ ആപത്ത് മാറി നിങ്ങൾക്ക് വഴിമാറി തരും. നിങ്ങൾ ആപത്തെന്ന് വിചാരിക്കുന്നു, അത് നിങ്ങളെ ചുരുക്കിക്കളയും, കുടുക്കിലകപ്പെടുത്തുമെന്ന് വിചാരിക്കുകയാണോ? അതകലും, വഴിമാറിത്തരും. ധൈര്യത്തോടെ നിങ്ങൾ മുന്നോട്ടു പോകും. പറയൂ, ദൈവമേ, ഈ ആപത്തിന്റെ കാലത്ത് ഞാൻ തളരുകയില്ല, ഭയപ്പെടുകയില്ല. അങ്ങെന്റെ കൂടെയുള്ളതുകൊണ്ട് അതിനെ ധൈര്യസമേതം ഞാൻ നേരിടും. അത് കടന്നു പോകും. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.